നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ആദ്യ 5 കളികളിൽ നിന്ന് ജയിച്ചത് ഒരേ ഒരു മത്സരമാണ്. പിന്നത്തെ 4 കളികളും തുടർച്ചയായി വിജയിച്ചിരിക്കുന്നു. മുംബൈ ഇന്ത്യൻസ് ഇതാ IPLന്റെ പോയിന്റ് പട്ടികയിൽ താഴേക്കിടയിൽ നിന്ന് 9ാം സ്ഥാനത്തൊക്കെ നിന്നിടത്ത് നിന്ന് കുതിച്ചുയർന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. യെസ്, 9 കളികൾ 5 വിജയം 4 തോൽവികൾ 10 പോയിന്റോടെ മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ്. IPLൽ ഒരു റൂളുണ്ട്, അത് മറക്കാതിരിക്കുക. ഒരു റൂളല്ല, 2 റൂളുകൾ, അത് മറക്കാതിരിക്കുക. ഇന്ന് കണ്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയ മനോഹരമായൊരു പോസ്റ്റാണ്. എക്സിൽ കണ്ടൊരു പോസ്റ്റ്. ക്രിക്ക് ട്രാക്കർ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: 2 റൂൾസ് ഇൻ IPL 2 റൂളുകൾ. റൂൾ നമ്പർ 1, നെവർ കൗണ്ട് ഔട്ട് MI ബേസ്ഡ് ഓൺ ദെയർ ഫസ്റ്റ് ഹാഫ്. IPL അവരുടെ ആദ്യ ഹാഫിലെ മത്സരങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും MIയെ എഴുതി തള്ളരുത്. റൂൾ 1 ആണത്. രണ്ടാമത്തെ റൂൾ നമ്പർ 2, റിമെമ്പർ റൂൾ നമ്പർ 1. ഒന്നാമത്തെ റൂൾ ഓർത്തിരിക്കുക, അതാണ് രണ്ടാമത്തെ. അതായത് ദൈവത്തിന്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ എന്ന നമ്മൾ പറയാറുള്ള റൂളില്ലേ, അത് മറക്കണ്ടെന്നർത്ഥം. ആദ്യത്തെ കളികൾ തോറ്റത് കൊണ്ട് നിങ്ങൾ മുംബൈ ഇന്ത്യൻസിനെ അങ്ങ് എഴുതി തള്ളേണ്ടതില്ല. അവരുടെ താരങ്ങൾ ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും തോൽപ്പിക്കാനുള്ള ടീമുണ്ടെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാ. ഈ MIയെ ഭയക്കണമെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടപ്പോൾ അതങ്ങ് ദഹിക്കാതെ പല സുഹൃത്തുക്കൾ കമന്റുകളൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ സംഗതി തെളിയുകയാണ്. മുംബൈ ഇന്ത്യൻസിന്റെ ഓരോ താരങ്ങളും മികവിലേക്ക് ഉയർന്നു. അവരെ ഇനി തടയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ ഇത് പറയുമ്പോഴും SRHനെ അല്ലേ തോൽപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയുടെ ഒക്കെ താഴെ കാണാൻ പറ്റും. SRHനെ തോൽപ്പിച്ചു, DCയെ തോൽപ്പിച്ചു, CSK തോൽപ്പിച്ചു, KKRനെ തോൽപ്പിച്ചു. മുമ്പിൽ വരുന്നവരെയൊക്കെ തോൽപ്പിക്കുകയാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. മുംബൈ ഇന്ത്യൻസ് തോറ്റു തുടങ്ങിയെന്ന് കരുതി നിങ്ങൾ അവരെ എഴുതി തള്ളേണ്ടതില്ല. മുംബൈ ഇന്ത്യൻസിന്റെ ഈ 5 വിജയങ്ങളിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യ വിജയത്തിൽ അശ്വിനി കുമാർ ആയിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. പിന്നെ കരൺ ശർമ്മയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. അടുത്ത മത്സരത്തിൽ വിൽ ജാക്സ് പ്ലെയർ ഓഫ് ദി മാച്ച് വാങ്ങിച്ചു. കഴിഞ്ഞ കളിയിൽ രോഹിത് ശർമ്മ പ്ലെയർ ഓഫ് ദി മാച്ച് വാങ്ങിച്ചു. ഇപ്പോഴത്തെ കളിയിൽ, അതായത് ഇന്നലെ SRHനെ തോൽപ്പിക്കുമ്പോൾ ട്രെന്റ് ബോൾട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് വാങ്ങിച്ചു. അതായത് 5 വിജയങ്ങൾ, 5 വ്യത്യസ്ത പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡുകൾ എന്ന് പറയുമ്പോൾ അതിലുണ്ട് ഒരു താരത്തെ ഡിപ്പെൻഡ് ചെയ്തല്ല ഈ ടീം പോകുന്നത്. ഈ ടീമിലെ താരങ്ങളൊക്കെ ക്ലിക്കായിരിക്കുന്നു എന്നുള്ളത് അതിൽ വ്യക്തമാണ്. ഇന്നലെ ഹാർദിക് പാണ്ഡ്യ കളിക്ക് ശേഷം പറഞ്ഞില്ലേ, ഐ ഹാവ് ഫെൽറ്റ് വൺസ് എവരിവൺ സ്റ്റാർട്ട്സ് ക്ലിക്കിംഗ് ഇൻ ദിസ് ടീം ദർ വിൽ ബി ഡോമിനേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കളിക്കളത്തിൽ കാണുന്നത്. ഈ MIയെ തടുക്കുക അത്ര എളുപ്പമല്ല. നേരത്തെ പറഞ്ഞ 2 റൂളുകൾ ഓർത്തു വെച്ചുകൊള്ളുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.